ഇന്നത്തെ കാലത്ത് ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ളതായിരിക്കാം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം കൂടെയാണിത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കരിയറിനെ പറ്റിയിട്ടാണ്. ഒരു കരിയർ എങ്ങനെ സെലക്ട് ചെയ്യണം അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഒരു ജേണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ് സ്ട്രേറ്റ് അവേ ഗോ ടു ദ വീഡിയോ. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് പാർവതി. ഞാൻ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി, പി ജി ആൻഡ് PhD ചെയ്തിട്ടുണ്ട്. ഞാൻ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു. ദെൻ ഞാൻ PG ചെയ്തത് MCom ഫിനാൻസ്. അതിനുശേഷം ഞാൻ സെറ്റ് ക്വാളിഫൈഡ് ആണ്, നെറ്റ് ക്വാളിഫൈഡ് ആണ്. അതിനുശേഷം ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് PhDക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. PhD കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കോളേജിൽ. അപ്പം ഇതാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ആൻഡ് കരിയർ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ ഡിസ്ക്ലൈമറും കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അതായത് എൻ്റെ കരിയർ ഇതാണ്, അല്ലെങ്കിൽ ഞാനൊരു കരിയറിൽ സെറ്റിൽ ഡൗൺ ചെയ്തു എന്ന് പറയാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതും. കാരണം എൻ്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ. നമ്മുടെയൊക്കെ കരിയർ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നടക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, 10ാം ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ വഴിത്തിരിവാണ്, മറ്റേ ജൂൺ എന്ന് പറയുന്ന മൂവിയിൽ പറയുന്ന മാതിരി. അന്ന് പറഞ്ഞ 10th എക്സാം ആണ് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു പരിധി വരെ ഞാൻ പറയുന്നു 10th എക്സാം തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഒരു പരിധി വരെ. കാരണം 10th നമ്മൾ ഏത് സ്ട്രീം ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫ്യൂച്ചറിൽ നമ്മൾ ഏത് കരിയറിലോട്ട് പോയാലും അത് ആ ഒരു 10th നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രീം അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ 10th കഴിഞ്ഞപ്പം ചൂസ് ചെയ്തത് കൊമേഴ്സാണ്. ഞാൻ ചൂസ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ വീട്ടുകാരായിട്ട് സജസ്റ്റ് ചെയ്ത് ചൂസ് ചെയ്ത സ്ട്രീം കൊമേഴ്സാണ്. ഞാൻ പഠിച്ചതെല്ലാം അമൃത വിദ്യാലയം പത്തനംതിട്ടയിലെ അമൃത വിദ്യാലയത്തിലാണ്, ഫ്രം LKG to +2. അപ്പോൾ 10th കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് എല്ലാവരെയും സംബന്ധിച്ച് നോക്കുമ്പം റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മാർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ആവറേജ് മാർക്കായിരുന്നെങ്കിലും എനിക്ക് അതൊരു ഔട്ട്സ്റ്റാൻഡിങ് എക്സലൻറ്റ് മാർക്കായിരുന്നു. വലിയ കുറഞ്ഞ മാർക്കൊന്നും ആയിരുന്നില്ല, എനിക്ക് 8.8 ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്കെല്ലാം ഫുൾ A1 ആയത് എൻ്റെ കുഴപ്പമല്ലല്ലോ, എനിക്ക് ഫുൾ A1 ഒന്നും അല്ലായിരുന്നു. നമുക്ക് CBSEക്കാർക്ക് മറ്റേ A+ അല്ലല്ലോ, A1 A2 ആ ഒരു സിസ്റ്റം അല്ലേ. അപ്പം എനിക്കതിൽ സങ്കടമൊന്നുമില്ല, അല്ല വേർത്ത കേട്ടോ. ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ്, അതെനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാണ്. ഞാൻ പഠിക്കത്തൊന്നുമില്ലായിരുന്നു സ്കൂളിൽ. അത്ര വലിയ ഒരു പഠിച്ച് മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു അത്രയും കോമ്പറ്റീറ്റീവ് മൈൻഡോടെ നിൽക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ. ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു സ്കൂൾ ടൈമിൽ. അപ്പോൾ 10th റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 10th ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ മാർക്ക് കുറവായതുകൊണ്ട് വീട്ടിൽ നിന്ന് പൊതുവെ നമ്മുടെ ആ സമയത്ത് കുറേ പേര് ഒപ്പീനിയൻസ് പറയുമല്ലോ, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഒപ്പീനിയൻസ് പറയുമല്ലോ. അവളുടെ മാർക്ക് കണ്ടപ്പോൾ അവൾക്ക് സയൻസ് ഒക്കെ കുറച്ച് മാർക്ക് കുറവായതുകൊണ്ട് എന്നെ കൊമേഴ്സിന് വിട്ടാൽ മതി എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഞാൻ അറിഞ്ഞിട്ടില്ല. എവിടെ നിന്നൊക്കെ ഞാൻ ചെറിയ ചെറിയ സൂചനകളത് കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മളോട് പ്രത്യക്ഷത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ സയൻസ് എടുപ്പിച്ചില്ല, കൊമേഴ്സാണ് എടുപ്പിച്ചത്. ഒരിക്കലും ഞാൻ കൊമേഴ്സ് എടുത്തെന്ന് പറഞ്ഞാൽ എന്നെ ആർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കൊമേഴ്സ് എന്താണെന്ന് പോലും ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു, കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ബാങ്കിൻ്റെ ജോലിക്ക് പോവാം. പിന്നെ ഒരെണ്ണം പറഞ്ഞു CAക്ക് പോവാം, CA ആവാം. എന്താണ് CA എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇത് രണ്ടുമാണ് എൻ്റെ മൈൻഡിൽ 10th കഴിയുമ്പോൾ കൊമേഴ്സ് എടുക്കാൻ പോകുമ്പോഴുള്ള എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. എൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എനിക്ക് മാത്രമല്ല ആ ഒരു ടൈമിൽ ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കൊന്നും വലിയ എക്സ്പോഷർ ഒന്നുമില്ല. വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയോട് ആക്സസ് ഉള്ളൂ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആക്സസ് ഉള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിൽ അന്നൊരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഫോൺ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല, ഇല്ലായിരുന്നു. മേ ബി അന്ന് മറ്റേ കീപാഡ് ഫോണൊക്കെയാണ്. ടച്ച് സ്ക്രീൻ ഒന്നും ഞങ്ങളുടെ വീട്ടിലൊന്നും ആ സമയത്ത് ആരുടെയും കയ്യിലില്ല. അപ്പം ഇങ്ങനത്തെ കരിയറിനെ പറ്റിയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയാനും വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം ഇന്നത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പം അന്ന് നമുക്ക് ഒരുപാട്
ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് ഒത്തിരി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളോട് ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ പോസിറ്റീവ് വേയിലും അത് ഒരുപാട് ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ഞാൻ കൊമേഴ്സ് എടുക്കുന്നു. കൊമേഴ്സ് എടുത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനെപ്പറ്റി ഒരു വലിയ ധാരണയൊന്നുമില്ല. കൊമേഴ്സ് എടുപ്പിക്കുന്നു. അങ്ങനെ കൊമേഴ്സ് +1 +2 പഠിക്കുന്നു. +1 കഴിഞ്ഞു, +2 കഴിഞ്ഞപ്പോഴും സെയിം തന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ MG യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നമ്മൾ മറ്റേ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫുൾ A1 എന്ന് പറഞ്ഞ സിസ്റ്റം ഒന്നും അല്ല, പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട് താനും. 87% ഒക്കെ എനിക്കുണ്ട്. പക്ഷേ ഫുൾ A+കാരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ A1കാരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. CBSE എന്ന് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് എന്തോ മാർക്കിലൊക്കെ ഇത്തിരി കുറവ് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു MG യൂണിവേഴ്സിറ്റിയുടെ. എൻ്റെ മാർക്ക് കൊണ്ട് എനിക്ക് കേരളയിലെങ്ങും കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, കേരളയിൽ കിട്ടിയായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ MG യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്നത് ട്രയലിൽ റാന്നി സെൻറ്റ് തോമസ് കോളേജിലാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും അവിടെ തന്നെ വന്നു. അപ്പോൾ ഈ റാന്നി എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ അല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അരമണിക്കൂർ കൂടുതൽ ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. റാന്നിയിലൊക്കെ പോയി എങ്ങനെ ഞാൻ പഠിക്കും എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട്. അങ്ങനെ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴത്തേക്കും കാത്തലിക്കേറ്റ് കോളേജ് പത്തനംതിട്ട, നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. ഒത്തിരി ബസ് കയറി പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കിട്ടിയതും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 20ാമത്തെ റാങ്കായിട്ടാണ് എനിക്ക് കിട്ടിയത്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ അഡ്മിഷൻ എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലാസ് തുടങ്ങി. ഒരു 27ാം തീയതി ജൂൺ 27-ന് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 3 വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാറായപ്പോഴത്തേക്കും നമ്മുടെ കൂടെ പഠിച്ച ഒരുപാട് പേര് CAക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, CAക്ക് വരുന്നുണ്ടോ, CAക്ക് പോകാൻ താല്പര്യമുണ്ടോ? അപ്പം അന്നേരം എന്താ പറയുന്നത്, എൻ്റെ മൈൻഡിൽ അപ്പോൾ എങ്ങനെയോ CMA എന്നുള്ളൊരു കോഴ്സ് ആ സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ ചെറുതായിട്ട് ആ സമയത്ത് അവതരിപ്പിച്ചിട്ടെങ്കിൽ വീട്ടുകാരത് മുളയിലേ നുള്ളി. എന്നെ മാത്രമല്ല, എൻ്റെ കസിനെയും CMA എന്നുള്ളൊരു കോഴ്സിൽ നിന്ന് മുളയിലേ നുള്ളിക്കളഞ്ഞു. അത് ശരിക്കും വീട്ടുകാർ ചെയ്ത ഒരു എന്താ പറയുന്നത്, അവർക്ക് നമ്മൾ ചിലപ്പം വിചാരിക്കും നമ്മുടെ പേരൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് ഫുൾ ശരിയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആ സമയത്ത് നമ്മൾ വിചാരിക്കും അവർ പറയുന്ന എല്ലാം ശരിയാണെന്നുള്ളത്. ശരിക്കും അതിൽ കുറച്ച് തെറ്റുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പാരൻസിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എക്സ്പോഷർ കൂടുതലുള്ളത് സ്റ്റുഡൻസിനാണ്, അല്ലെങ്കിൽ കുട്ടികൾക്കാണ്. ഈ ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ അവർക്ക് അറിയാതിരിക്കും. അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അതെനിക്ക് പറയാനുള്ളൂ. അങ്ങനെ CMAയുടെ കാര്യം പോയി. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 20ാമത്തെ റാങ്കായിട്ടാണ്. മാർക്കിൻ്റെ ബേസിസിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിസിലാണ്. പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്ലാസ്സിൽ 4th പൊസിഷൻ എന്തോ ഉണ്ട്, 4th or 3rd പൊസിഷൻ എനിക്കുണ്ട്. ഫസ്റ്റ് 2 പൊസിഷൻ വന്ന കുട്ടികൾ CAക്ക് പോയി. പിന്നെ വന്ന കുട്ടി എനിക്ക് തോന്നുന്നു LLBക്ക് പോയി എന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഞാനാണ്. അങ്ങനെ ഞാൻ BCom കഴിയുന്നു. MComന് ജോയിൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഞാൻ ഈ ടിഷ്യൂ വെച്ചിട്ട് ഇതാക്കുമ്പോഴേ ഞാൻ കരയുമെന്ന് വിചാരിക്കരുത്. എനിക്ക് ഇവിടെ ഇങ്ങനെ സ്വെറ്റാവും ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാക്കി കളഞ്ഞതാണ്. ഓക്കെ, അല്ലാതെ എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ CMAക്കും CAക്കും ഒന്നും പോകാത്തതില്ല. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻസ് PGക്കുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. അഗെയിൻ നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നു കാത്തലിക്കേറ്റ് കോളേജ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് കാര്യവട്ടത്തുള്ള എൻട്രൻസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ക്ലിയർ ആയതാണ്. പക്ഷേ ദൂരമായതുകൊണ്ട് ഞാൻ പോയില്ല. അന്ന് എനിക്ക് ഇത്ര വിവരമേ ഉള്ളൂ. നിങ്ങളത് ചിന്തിച്ചോണം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ PGക്ക് അഗെയിൻ കാത്തലിക്കേറ്റിൽ അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ ഓർത്ത് വേണം, സ്കൂൾ ലെവലിൽ ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരു വലിയ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളല്ല. അതായത് എനിക്ക് പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ഞാൻ പഠിക്കത്തില്ലായിരുന്നു, എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം മമ്മി എപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അങ്ങ് വഴക്ക് പറഞ്ഞ് പഠിക്കാൻ പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അങ്ങനെ ഞാൻ പഠിക്കത്തില്ലായിരുന്നു. പക്ഷേ കോളേജിലായപ്പോഴത്തേക്കും മമ്മി എന്നോട് പഠിക്കാൻ പറയത്തില്ലായിരുന്നേ. അപ്പോൾ അതിനുശേഷം ഞാൻ താനെ പഠിക്കാൻ തുടങ്ങി. കോളേജിലായപ്പം ഞാൻ എന്ന് വെച്ചാൽ ഡെയിലി പഠിക്കത്തില്ല, അപ്പോഴും എക്സാമൊക്കെ ആകുമ്പോഴുള്ള പഠിത്തമേ ഉള്ളൂ. എങ്കിലും നമ്മൾക്കുള്ളിലുണ്ട് പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ കോളേജിലെത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു സ്റ്റഡീസിൻ്റെ പേരിൽ കുറച്ചും കൂടെ നമുക്കൊരു
എന്താ പറയുന്നത്, ഒരു മോട്ടിവേഷൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മേ ബി സ്കൂളിൽ എനിക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുള്ള പോലെ എൻ്റെ മൈൻഡിലുണ്ട്. പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളൊരു രീതിയിൽ, ലൈക്ക് അതൊക്കെ ഞാനെന്തിനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതൊക്കെ മാറ്റി വെച്ചേക്കാം. നമ്മളിപ്പം കരിയറിനെ പറ്റിയല്ലേ പറയുന്നത്, നമുക്ക് പഴയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ വന്നു, പി ജി ആയി. പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ച കാലിക്കറ്റിൽ പഠിച്ചു. പി ജി കംപ്ലീറ്റ് ചെയ്തു. പി ജിയുടെ പി ജി പ്രൊജക്ട് വൈവ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്നെ ബാങ്ക് കോച്ചിങ്ങിന് വിട്ടു. അപ്പോഴും എനിക്ക് എൻ്റെ കരിയർ എന്താണ്, എനിക്ക് എന്ത് ചെയ്യണം ഒന്നും എനിക്കറിയത്തില്ല. വീട്ടിൽ നിന്ന് പറയുന്നത്, അപ്പോഴും എനിക്ക് ബാങ്ക് കോച്ചിങ് എത്ര താല്പര്യം എനിക്ക് ഉള്ളതായിട്ടും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദിച്ചു, നീ പിന്നെ എന്തിനാ കൊമേഴ്സ് എടുത്തത്? ഞാനാണോ കൊമേഴ്സ് എടുത്തത്? എന്നെ വീട്ടിൽ നിന്ന് എടുപ്പിച്ചതല്ലേ കൊമേഴ്സ് എന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബാങ്ക് ജോലിക്ക് അല്ലെങ്കിൽ പിന്നെ നീ എന്തിനു കൊമേഴ്സ് എടുത്തെന്നൊക്കെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്, ഞാനല്ല കൊമേഴ്സ് എടുത്തത്. കാരണം എനിക്ക് കൊമേഴ്സ്, ഞാൻ +1 കൊമേഴ്സ് എന്നുള്ളൊരു സ്ട്രീം കേട്ടിട്ടുണ്ടെന്നല്ല, അത് ഇതിനകത്ത് എന്തോ പഠിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ പി ജിയുടെ വൈവ ഒരു ഓഗസ്റ്റ് സമയത്ത് കഴിഞ്ഞു. ഉടനെ തന്നെ ബാങ്ക് കോച്ചിങ്ങിന് കൊണ്ടുപോയി ചേർത്തു കൊല്ലത്ത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു 3 ഫ്രണ്ട്സിനെയും കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ബാങ്ക് കോച്ചിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോഴാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. കൊമേഴ്സുകാർക്കാണ് ബാങ്ക് ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു എന്താണ്, നമ്മളെ പറ്റിക്കുന്നതാണെന്ന് എനിക്കന്ന് മനസ്സിലായി. അത് അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കുറച്ച് അതർ സ്ട്രീം അല്ലെങ്കിൽ അതർ കോഴ്സുകളിൽ നിന്ന് വന്നവർ ഒഴിച്ച് ബാക്കി ഫുൾ പഠിക്കുന്നത് ബിടെക് പഠിച്ച ആൾക്കാരാണ്. ഞാൻ ഒരിക്കലും ആ ഒരു കോഴ്സിനെ ഇതാക്കി പറയല, പക്ഷെ അന്ന് നമുക്ക് ആ ഒരു ക്ലാസ്സിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കറിയത്തില്ല, ബിടെക് ഗ്രാജുവേറ്റ്സും എംടെക് ഗ്രാജുവേറ്റ്സും അതുപോലെ തന്നെ BSc മാത്സ് ഉള്ളവരൊക്കെയാണ് കൂടുതൽ ക്ലാസ്സിലുള്ളത്. അപ്പം നമ്മുടെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10th കഴിഞ്ഞിട്ട് +1 +2 കോമേഴ്സ് എടുത്തപ്പം കൂടെ ഉണ്ടായിരുന്ന IP ആണ്, ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ് പറഞ്ഞ സബ്ജക്റ്റാണ്. ഞങ്ങൾക്ക് മാത്സ് ആയിരുന്നില്ല, കൊമേഴ്സ് മാത്സ് അല്ല, ഞാൻ കൊമേഴ്സ് IP ആയിരുന്നു. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് 10th കഴിഞ്ഞപ്പം അടച്ചു വെച്ചതാണ്. പിന്നെ അങ്ങോട്ട് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം +1 +2 3 വർഷം ഡിഗ്രി, 2 വർഷം PG, അങ്ങനെ 7 വർഷം മൊത്തത്തിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന 3 പേരും അങ്ങനെ തന്നെ ഇരുന്നത്. പക്ഷേ ഈ ബാങ്ക് എക്സാംസിൻ്റെ ഒരു നെസസിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര സ്പീഡിൽ നമ്മൾ ആ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ സ്പീഡ് ഉണ്ടാക്കുക, പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എക്സാം സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക. ഈ പ്രാക്ടീസ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ടത് ഈ സംഭവങ്ങൾ എന്താണെന്ന് അറിയണം. ഈ മാത്സ് ഒക്കെ പ്രത്യേകിച്ചും ഇതിൻ്റെ ബേസ് കൂടെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ഷോർട്ട് കട്ട്സിലോട്ട് പോലും എത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കലും കിട്ടത്തില്ലെന്നല്ല, ഈ പറയുന്ന മറ്റ് കോഴ്സുകൾ എടുത്ത് വരുന്ന കുട്ടികൾ എടുക്കുന്നതിലും ഒത്തിരി എഫേർട്ട് നമ്മൾ എടുത്തെങ്കിലേ ഒരു ബാങ്ക് ജോബിലോട്ട് ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ്, പ്രത്യേകിച്ച് മാത്സ് അല്ലാതെ വന്ന കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് പറ്റത്തുള്ളൂ, ആ ഒരു ജോലിയോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരുടെ ഒരു റിസൾട്ടിനെ നോക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് റിസൾട്ട് തരുന്ന ആരാണോ ആ ഒരു സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്ത് വരാൻ നല്ലപോലെ ശ്രമിക്കുന്ന ആളുകളായിരുന്നു. ഞാൻ ഒരിക്കലും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ പഠിച്ചതെന്നും പറയുന്നില്ല, നമുക്ക് അവരെ തെറ്റും പറയാൻ പറ്റില്ല, കാരണം അതും ഒരു ബിസിനസ്സാണ്. അപ്പം അവർക്കും വേണ്ടത് അങ്ങനത്തെ സ്റ്റുഡൻസിനെ, അവർക്ക് റിസൾട്ട് വരുന്ന സ്റ്റുഡൻസിനെ വേണ്ടേ. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ മറ്റേ നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കുന്ന സ്റ്റുഡൻസ്. അപ്പം നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം. പക്ഷേ ഒരു 6 months ആയപ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, കുറച്ച് വേറെ ഇഷ്യൂസ് കാരണം നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. ബാങ്ക് കോച്ചിങ് കഴിഞ്ഞു തൊട്ട് പറയാൻ നമ്മുടെ PGയുടെ റിസൾട്ട് വരുന്നു. റിസൾട്ട് വന്നപ്പോഴാണ് ആ സത്യം ഞാൻ അറിയുന്നത്. എനിക്ക് 8th റാങ്ക് ഉണ്ട്, എന്താണ് PGക്ക് MG യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് റാങ്ക് ഉണ്ട്. അത് കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ കിളിയായി. പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിക്കാതൊന്നും എനിക്കില്ല, ഞാൻ ഇങ്ങനെ പോയി എഴുതിയൊന്നുമില്ല. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ഡെയിലി അല്ല, ഇന്നും ഞാൻ പറയുന്നു, എക്സാമിന് മുന്നേ ഉള്ള നമുക്ക് എന്തെങ്കിലും ആ ഒരു എക്സാം അടുക്കുമ്പോൾ ഉള്ള പ്രിപ്പറേഷൻസിൽ നിന്ന് എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ PGക്ക് റാങ്ക് കിട്ടിയപ്പോഴത്തേക്കും ആ സമയത്ത് ഞാൻ 2 വട്ടം നെറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു PG പഠിക്കുന്ന സമയത്ത്. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടില്ല. നെറ്റ് എക്സാം അത് നമ്മുടെ കൂടെയുള്ളവർ എഴുതുന്നു, അതുപോലെ ടീച്ചേഴ്സൊക്കെ എഴുതാൻ പറഞ്ഞു. അപ്പോഴും നെറ്റ് എഴുതുന്നു, അതിന് കഴിഞ്ഞ് ഉടനെ അടുത്തത്. അപ്പോഴും നെറ്റ് എന്നൊരു എക്സാമിനെ പറ്റി പോലും കേൾക്കുന്നത് PGക്ക് പഠിക്കുമ്പോഴാണ്. അതിന് മുന്നേ അങ്ങനെ ഒരു അവയർനെസ് എനിക്കില്ല.
അപ്പോഴും ഞാൻ പറയട്ടെ, ഈ മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഇന്റർനെറ്റ് ആക്സസ് ഒന്നും ഇല്ല ആ സമയത്ത്. അങ്ങനെ ഞാനങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ പഠിച്ചു എന്നല്ല കേട്ടോ. ഇപ്പൊ ഈ കൊറോണയ്ക്ക് ഒരു 2020 തൊട്ടാണ് പിള്ളേരുടെയിലൊക്കെ കുറച്ച് കൂടുതൽ മൊബൈൽ, മെയിൻലി ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഒരു 2020 വരെയും ഈ മൊബൈലൊക്കെ യൂസേജിനൊക്കെ ഭയങ്കര കൺട്രോൾ ഉണ്ടായിരുന്നു പാരൻസിന്. അതിനുശേഷമാണ് ഇത് പോയത്. അപ്പോൾ 2020s മുന്നേ ഉള്ള ഒരു കാലഘട്ടം ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അപ്പം അങ്ങനെ നെറ്റിൻ്റെ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ PGക്ക് റാങ്ക് കിട്ടിയപ്പോഴത്തേക്കും പല സജഷൻസ് വന്നു. ഓക്കെ, നീ നെറ്റിന് പോകണം, നെറ്റ് കോച്ചിങ് എടുക്കണം, നെറ്റ് എഴുതിയെടുക്കണം, കോളേജിൽ കയറണം. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നെറ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത ഞാൻ ഏതോ കോളേജിൽ അങ്ങ് പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻ്റ്, അത്രയ്ക്കുള്ള ബോധമേ അന്നേരം ഉള്ളൂ. അങ്ങനെ നെറ്റ് കോച്ചിങ്ങിന് പോയി. 6 മാസം നെറ്റ് കോച്ചിങ്ങിന് പോയി നെറ്റ് ക്ലിയർ ആയി. ഇതിനിടയ്ക്ക് സെറ്റും ക്ലിയർ ആയി. ഓക്കെ, നെറ്റ് ക്ലിയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തൊരു സജഷൻ വന്നു, നമുക്ക് PhD ചെയ്യാം. PhD ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ്. കാരണം യൂണിവേഴ്സിറ്റീസ് ഒക്കെ PhD കമ്പൽസറി ആക്കുന്നുണ്ട് കോളേജ് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിന് എന്നുള്ളൊരു ന്യൂസ് വന്നു. അങ്ങനെ PhD ചെയ്യണമെങ്കിൽ നമുക്ക് ഫെലോഷിപ്പ് വേണം. അങ്ങനെ നെറ്റ് എക്സാം എഴുതി തന്നെ കയറേണ്ട ഒരു സംഭവമാണ് JRF എന്ന് പറഞ്ഞിട്ട്. JRF ക്വാളിഫൈ ആയാൽ നമുക്ക് UGC ഫെലോഷിപ്പ് തരും. അങ്ങനെ JRFന് വേണ്ടി വീണ്ടും കുറേ നാൾ പ്രിപ്പയർ ചെയ്തു. അതിനിടയ്ക്കാണ് കാത്തോലിക്കറ്റ് കോളേജിൽ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. പക്ഷെ JRF കിട്ടിയില്ല. വളരെ മൈന്യൂട്ട് മാർക്സിനൊക്കെ എനിക്ക് JRF മിസ്സായി പോകുന്നു. അങ്ങനെ ഞാൻ കാത്തോലിക്കറ്റ് കോളേജിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജോയിൻ ചെയ്യുന്നത് 2019 ജാനുവരിയിലാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു ജൂൺ ആയപ്പോഴത്തേക്കും PhDക്ക് അപ്ലൈ ചെയ്യുന്നു. PhDക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 6 മന്ത്സും കൂടെ നമുക്ക് ജോലി ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ജാനുവരി ആയെങ്കിലേ നമുക്ക് PhDയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ഡിസംബർ വരെ ജോലി ചെയ്തിട്ട് ജാനുവരിയിൽ PhD ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്താണ് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് ഞാൻ തായ്വാനിലൊക്കെ പോയി, ഞാൻ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തായ്വാനിലൊക്കെ പോയി വന്നു കഴിഞ്ഞ ഉടനെ കൊറോണയാവുന്നു, എല്ലാം അടച്ചു പൂട്ടുന്നു. പിന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഉള്ള 3.5 കൊല്ലം PhDയുടെ പുറകെയായി. പിന്നെ PhD കംപ്ലീറ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വേറൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു, SAS കോളേജിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ മാർച്ചിലാണ് ആ കോൺട്രാക്ട് കഴിഞ്ഞ് 1 ഇയർ കോൺട്രാക്റ്റിലാണ് ഗവൺമെൻറ് ഗസ്റ്റായിട്ടാണ് നമ്മൾ അപ്പോയിൻ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വീട്ടിലാണ്, 2 മാസമായിട്ട് വീട്ടിലാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറുതിലേ തൊട്ടേ എൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയനിലായിരുന്നില്ല എൻ്റെ കരിയർ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എക്സ്പോഷർ വളരെ കുറവായിരുന്നു. നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നിരിക്കണം. പക്ഷെ അങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇന്നത്തെ ഒരു തലമുറയിൽ ഞാൻ നേരത്തെ ആ ഒരു 10th +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ ഫോൺ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ കുട്ടികൾക്ക് ഒത്തിരി പോസിറ്റീവ് ഉണ്ട് ഫോൺ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെക്കാളും 10 വയസ്സിന് ഇളയ കസിൻസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ 10th +2 ഒക്കെ കഴിയുമ്പോൾ തന്നെ അവർ ഫോക്കസ്ഡ് ആണ് അവരുടെ കരിയർ എന്താണെന്നുള്ളത്. കാരണം ഇവർ ഇന്റർനെറ്റിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നെഗറ്റീവ്സ് നമ്മൾ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനൊക്കെ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. കാരണം പല കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഫോണിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് എന്നെ പോലുള്ള കുറേ പേർക്ക് ഇല്ലാതെ പോയ ഒരു കാര്യം ഇതാണ്. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ആക്സസ് വളരെ കുറവായിരുന്നു. അപ്പം കരിയർ ആരൊക്കെയോ ഇതുവഴിയൊക്കെയോ പറഞ്ഞു തരുന്ന അതുവഴി കയറി പോകുന്നു എന്നല്ലാതെ നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു വിഷൻ ഉണ്ട് എന്നുള്ളത് ഉണ്ടായിട്ടില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, ഒരിക്കലും എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല ഞാൻ M.Com ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഫോർച്ചുനേറ്റ്ലി വന്ന് ഭവിച്ചതാണ്, അല്ലാതെ നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് പോയതല്ല. PhD ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫെലോഷിപ്പ് കിട്ടി. അപ്പോൾ ഫെലോഷിപ്പ് കിട്ടുമ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ PhD ചെയ്യുന്നു. അപ്പം നമ്മൾ ഏജ് ആ സമയത്ത് എനിക്കൊരു 25 ഉണ്ട് PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അന്നേരം 25 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏൺ ചെയ്യേണ്ട പ്രായമാണ്. പക്ഷെ അന്നേരം ഏണിങ് ഇല്ല എന്നുള്ളത്, ഫെലോഷിപ്പ് പലപ്പോഴും ആണെങ്കിലും ഫെലോഷിപ്പ് കിട്ടുമ്പോൾ നമുക്കൊക്കെ അതൊരു സമാധാനമാണ്. അപ്പം അങ്ങനെയും നമ്മൾ കുറച്ച് ഫെലോഷിപ്പ് ഉണ്ടല്ലോ, അപ്പോഴും നമ്മൾ അതിലങ്ങ് ഒതുങ്ങിക്കൂടാൻ നോക്കും. ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ചെറുതിലേ തൊട്ട് കേൾക്കുന്നത്
പഠിച്ച് ജോലി വാങ്ങിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഡിഗ്രി കഴിഞ്ഞ് ഫർദർ ഹയർ സ്റ്റഡീസിലോട്ട് പോകുന്നതിനേക്കാളും ഉപരി നിങ്ങൾ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾ ഏത് ഫീൽഡാണോ ചൂസ് ചെയ്യുന്നത്, എനിക്കിപ്പം കൊമേഴ്സിനെ പറ്റിയിട്ട് മാത്രമേ ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സയൻസ് സ്ട്രീം എടുത്ത് വന്നവരോട് എങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരോട് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 10th നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. +2 ഡിഗ്രി ഒന്നുമല്ല, ശരിക്കും അത് 10th. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊമേഴ്സ് എടുത്തത് കൊണ്ട് തന്നെ മറ്റ് സയൻസ് സ്ട്രീം എടുത്ത ആളുകൾക്ക് എടുക്കാം. അതായത് ഇപ്പം സയൻസ് സ്ട്രീം എടുത്ത ആൾക്കാർ പഠിക്കുന്ന കോഴ്സുകളെല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതേസമയം ഒരു സയൻസ് എടുത്ത ഒരാൾക്ക് +1 +2 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ BComന് ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് സിസ്റ്റം. പിന്നെ ഇപ്പോൾ 4 year UG പ്രോഗ്രാം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ച സമയത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ 4 year വന്നേക്കുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് സ്റ്റുഡൻസിനുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ പലരും ചെയ്തിട്ടുണ്ട്. ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. FIUGP എന്ന് അടിച്ചു നോക്കിയാൽ മതി, 4 year UG പ്രോഗ്രാം എന്നുള്ളത്. ഇന്ത്യയിൽ ഇപ്പം ഡിഗ്രി എല്ലാം 4 year UG പ്രോഗ്രാമിലാണുള്ളത്. അതിൻ്റെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്ര ഇതേ ഉള്ളൂ നമുക്ക് ഓപ്ഷൻ. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹയർ സ്റ്റഡീസ്, ഈ PG എന്നൊക്കെ പറഞ്ഞ സാധനം എപ്പം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ഏത് ഇപ്പം BCom എടുത്ത ആൾക്കാരാണെങ്കിൽ ഒരു അക്കൗണ്ടിങ് ജോബാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്ത് സ്കില്ലാണ് നമ്മുടെ മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്നത്, ഏത് സോഫ്റ്റ്വെയർ ആണ് മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് പോകാൻ നോക്കുക. അതായത് ഒരിക്കലും ഒരു PG അല്ലെങ്കിൽ ഹയർ ഓപ്ഷനിലോട്ട് പോവാതെ എത്രയും പെട്ടെന്ന് ജോലിയിലോട്ട് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇന്നത്തെ സൊസൈറ്റി അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നെറ്റ് എഴുതാനും PG കഴിഞ്ഞാൽ നെറ്റ് എഴുതാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഞാനൊരു സത്യം പറയാം, നെറ്റ് എഴുതി ഞാൻ PhD ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ PhD ചെയ്യുന്ന ഒരു സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. നെറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കുരുക്കാണ് എന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണ്. ശരിയാണ്, കാരണം നമ്മൾ നെറ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ആ ഒരു വട്ടത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടാ. അതായത് ഓക്കെ, കോളേജ് ജോലി, ഗസ്റ്റായിട്ട് പോയി ജീവിക്കാം എന്നുള്ളൊരു ചിന്തയിലോട്ട് വരും. കാരണം പെർമനൻറ്റ് ജോബിന് ഒരു പെർമനൻറ്റ് ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് ഒരു കോളേജിൽ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കേരളത്തിലെ സിറ്റുവേഷനാണേ പറഞ്ഞത്. മാത്രമല്ല, ഗസ്റ്റ് ആയിട്ട് കയറുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി ഇൻക്രിമെൻ്റ് ഒന്നും ഗസ്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചിങ് ഫാക്കൽറ്റിക്ക് കിട്ടണമെന്നും ഇല്ല. അതൊരു ഫാക്റ്റാണ്. അപ്പം നെറ്റ് എഴുതി ടീച്ചിങ് ജോബിലോട്ട് നോക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചും കൂടെ ഒന്ന് കെയർഫുൾ ആയിട്ട്, നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ഒരു സക്സസ്ഫുൾ കരിയർ ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾക്കൊരു ബോധ്യം അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നെറ്റ് എന്ന് പറയുന്ന ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതിനെ ചിന്തിക്കാൻ പോലും പാടുള്ളൂ. കാരണം ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അയ്യോ ഞാൻ നെറ്റ് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തു, പക്ഷേ എനിക്ക് അതിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഓക്കെ, അതാണ് നെറ്റിൻ്റെ ഒരു സൈഡ്. പിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ, ഒരു കൊമേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അക്കൗണ്ടിങ് ഒക്കെ നല്ലപോലെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വല്ല പ്രൊഫഷണൽ കോഴ്സിന് അങ്ങ് ചേർന്നേക്കാം. ഈ ഡിഗ്രി എന്ന് പറയുന്നത് പാരലലി ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഈ പറയുന്ന CA, ACCA, CMA ഒക്കെ കൂടെ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് അവിടെ പോയി പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അധികം പ്രായമാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സും കയ്യിൽ കിട്ടും, ഒരു ഡിഗ്രിയും കയ്യിൽ കിട്ടും.
അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പം വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒപ്പീനിയൻസ് ചോദിക്കുക. അത് ചോദിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒപ്പീനിയൻ വെച്ച് നോക്കിയിട്ട് നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാവൂ. ആരെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ഡിസിഷനിലോട്ട് എത്തരുത്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിലോ ഏതൊരു കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിലോ പോട്ടെ, കുറേ ഈ പറയുന്ന ഡിഗ്രി PG എല്ലാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണല്ലോ, മാക്സിമം നിങ്ങൾ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗൂഗിളിലായിക്കോട്ടെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഒരു കൺവെൻഷണൽ മെത്തേഡിലൂടെ, അതായത് പണ്ടത്തെ പോലെ ഡിഗ്രി കഴിഞ്ഞ് PG അങ്ങനെ പോയിട്ടൊന്നും ഇന്നത്തെ സിറ്റുവേഷനിൽ ശരിക്കും അതൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഏറ്റവും ആവശ്യമുള്ള എന്താണോ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ കമ്പനീസിലാണെങ്കിൽ കോർപ്പറേറ്റ് ലൈഫ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനത്തെ ജോലി നോക്കുന്നവരാണെങ്കിൽ അവിടെ എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് നോക്കുക. ആ രീതിയിലുള്ള സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഭയങ്കര കെയർഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കരിയർ സെലക്ഷനെ പറ്റിയിട്ടല്ല, നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു അവയർനെസ് പോലെ ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.